ആസ് എ ഹോമിയോപ്പതിക് പീഡിയാട്രീഷ്യൻ ഞാൻ പേരൻസിന് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യാത്ത 7 ബേബി പ്രൊഡക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഒന്നാമത്തത് ബേബി പൗഡർ. ബേബി പൗഡർ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പൗഡർ ഇട്ട് കൊടുക്കുമ്പോൾ ഇത് സ്പ്രെഡ് ചെയ്ത് കുഞ്ഞുങ്ങളുടെ മുന്നിലൂടെ കയറിയിട്ട് ലങ്സിലോട്ട് എത്തുകയും ലങ്സിനെ ഇറിറ്റേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ടാങ്ക് ബേസ്ഡ് പൗഡേഴ്സ് ഒരിക്കലും കുഞ്ഞുങ്ങളെ അപ്ലൈ ചെയ്യരുതെന്നാണ് അമേരിക്കൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തത് കാജൽ അഥവാ കൺമഷി. എല്ലാവരുടെയും വിചാരം കുഞ്ഞുങ്ങൾക്ക് കണ്ണ് എഴുതി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ കണ്ണ് വളരെ വലുതാവുകയും അതുപോലെ നല്ല ഭംഗിയാവുകയും ചെയ്യുന്നതാണ്. ഒരിക്കലും അങ്ങനെയല്ല. കൺമഷിയിലെ ലെഡ് കണ്ടന്റ് കുഞ്ഞുങ്ങൾക്ക് ഹാംഫുൾ ആണ്. പോരാത്തതിന് കുഞ്ഞുങ്ങൾക്ക് കണ്ണിൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയും കൂടുതലാണ് എന്നും ഈ കൺമഷി എഴുതുമ്പോൾ. മൂന്നാമതായിട്ട് മിറ്റൻസ് അഥവാ കയ്യിൽ ഇട്ട് കൊടുക്കുന്ന സോക്സ്. ഇത് എപ്പോഴും കുഞ്ഞുങ്ങൾക്ക് അവർ എപ്പോഴും വായിൽ തൊടുന്നതിനൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി എപ്പോഴും പേരൻസ് ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെ ഇടുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് ആ ഹാൻഡ് മൗത്ത് കോർഡിനേഷൻ ആണ് അത് പ്രിവെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് വല്ലപ്പോഴും ഇട്ട് കൊടുക്കുന്നതിനോട് കുഴപ്പമില്ല. പക്ഷെ എപ്പോഴും ഇത് ഇടുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ആ കോർഡിനേഷൻ വരാതാവുകയും ബ്രെയിൻ ഡെവലപ്മെന്റിനെയും അത് ബാധിക്കുന്നതാണ്. നാലാമത് ഗ്രേപ്പ് വാട്ടർ. എല്ലാവരും പറയും കുഞ്ഞുങ്ങൾക്ക് വയറുവേദന വരുമ്പോൾ കുറച്ച് ഗ്രേപ്പ് വാട്ടർ കൊടുത്തു കഴിഞ്ഞാൽ അത് മാറുന്നത്. ഇത് തെറ്റായ ഒരു ധാരണയാണ്. ഇപ്പോൾ സാധാരണ കുഞ്ഞുങ്ങൾക്ക് ഒരു 4-5 മാസം വരെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ചെറിയൊരു വയറുവേദന, ഈവനിങ് കോളിക് എന്നാണ് അതിന് പറയുന്നത്, വൈകുന്നേരങ്ങളിൽ ചെറിയൊരു വേദന ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ആ സമയത്ത് നമ്മൾ നല്ലോണം പാലൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് നല്ലോണം ബർപ്പിംഗ് ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതമായ രീതി. അഞ്ചാമതായിട്ട് ബേബി ഷൂസ്. ഒരു നടക്കാൻ തുടങ്ങാത്ത ബേബീസിന് ഒരിക്കലും ഷൂസ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല. കാരണം ബേബി ഷൂസ് ഇടുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ അവരുടെ ആ കോർഡിനേഷനും ബാലൻസും ആണ് അവിടെ പോകുന്നത്. ബെയർ ഫൂട്ടായിട്ട് നടത്തിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കുഞ്ഞുങ്ങൾ നടന്നു തുടങ്ങിയതിന് ശേഷം പിന്നെ ബേബി ഷൂസ് ഇടുന്നത് കൊണ്ട് കുഴപ്പമില്ല. ആറാമതായിട്ട് ഫ്രൂട്ട് നിബ്ലർ. നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ ഉള്ളിൽ വെച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് അത് സക്ക് ചെയ്യാൻ വേണ്ടി കൊടുക്കാറുണ്ട്. അപ്പൊ ഇത് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഇവർ സക്ക് ചെയ്യാൻ മാത്രമേ ഉള്ളൂ, ഇവർക്ക് ചൂയിങ് സ്കിൽസ് ഉണ്ടാവില്ല. ച്യൂ ചെയ്യുമ്പോഴാണ് ഇവർക്ക് ഇവിടെയുള്ള എല്ലുകൾ ജോയുടെ ഡെവലപ്മെന്റും അതുപോലെ ഇവിടെയുള്ള മസിൽസിന്റെ ഡെവലപ്മെന്റും കുഞ്ഞുങ്ങൾക്ക് സ്പീച്ചും ഒക്കെ വരാൻ വേണ്ടി ഏറ്റവും നല്ലത് കുഞ്ഞുങ്ങൾ ച്യൂ ചെയ്യുമ്പോഴാണ്. അപ്പൊ ഫ്രൂട്ട് നിബ്ലേഴ്സ് മാക്സിമം യൂസ് ചെയ്യാതിരിക്കുക. ചെറിയ പീസസ് ആയിട്ടോ അല്ലെങ്കിൽ ആവിയിൽ വേവിച്ചോ ഒക്കെ ഫ്രൂട്ട്സ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഏഴാമതായിട്ട് ബേബി വോക്കേഴ്സ്. എല്ലാവരുടെയും വിചാരം ബേബി വോക്കേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കുഞ്ഞുങ്ങൾ നടന്നു തുടങ്ങുന്നതാണ്. ഇത് തികച്ചും തെറ്റാണ്. ബേബി വോക്കേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ ടിപ്പ് ടോ വാക്കിംഗ്, അതായത് ആ ടോ വെച്ചിട്ട് നടക്കാനുള്ള ശ്രമമാണ് കൂടുതൽ നടക്കുക. അതുപോലെ തന്നെ നോർമൽ ആയിട്ടുള്ള ഒരു വാക്കിംഗ് കുഞ്ഞുങ്ങൾക്ക് ഡിലേ ആവുകയും ചെയ്യും. പെട്ടെന്നുള്ള വീഴ്ചകൾ കൂടുതലായിട്ട് വരുന്നത് ഈ വോക്കേഴ്സ് യൂസ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഈ 7 പ്രൊഡക്ട്സ് കുഞ്ഞുങ്ങൾക്ക് തീർച്ചയായിട്ടും അവോയ്ഡ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.